APK ഫയലുകൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന എത്ര ആളുകളോട് ഉണ്ട്? അപ്പോൾ ഈ APK ഫയലുകൾ എല്ലാ APKയും ഡേഞ്ചർ ആണെന്നും ഹാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം സംഭവിക്കുന്നൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല APK ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം, ഇതേപോലെ പല പേരിലും APK ഫയലുകൾ നമുക്ക് വരാം. ബാങ്കിൻ്റെ പേരിൽ ഒരു APK നമ്മൾക്ക് അയച്ചു തന്നാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ബാങ്കിൻ്റെ ലോഗോ ഉണ്ടാവും. ബാങ്കിൽ നമ്മൾ നെറ്റ് ബാങ്കിങ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കും ഇത് APK ഒറിജിനൽ ആണെന്നുള്ളത്. പക്ഷേ നമുക്ക് മനസ്സിലാവേണ്ടത് പ്ലേ സ്റ്റോറിലും iOS-ലും വരെ ഈ ആപ്ലിക്കേഷൻ വരാതെ എന്തുകൊണ്ട് APK ഫയലായിട്ട് തന്നു? അത് നിങ്ങൾ അന്വേഷിക്കണ്ടേ? 50,000 1 ലക്ഷം രൂപ മൊബൈൽ ഫോൺ നമ്മൾ മേടിച്ചിട്ട് ഒരു വർഷത്തേക്ക് 1,000 രൂപ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു ഫയൽ നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ചെയ്യാതെ സ്പോട്ടിഫൈയുടെയും ക്യാപ് കട്ടിൻ്റെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഫ്രീ വേർഷൻ പോയിട്ട് ഡൗൺലോഡ് ചെയ്യും. അങ്ങനെ റീൽസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടോ ക്യാപ് കട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഉണ്ട്. ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകളുടെ അക്കൗണ്ടുകൾ ഹാക്കായി പോയിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തിന് കിട്ടുന്ന ക്യാപ് കട്ട് ഫയൽ ആയിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത്. വേറെ ഏതെങ്കിലും ക്യാപ് കട്ട് എന്ന് പറഞ്ഞ് അയച്ചു തരുമ്പോൾ നിങ്ങൾ അത് എടുത്ത് ഡൗൺലോഡ് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൻ്റെ കൺട്രോള് മറ്റൊരാളിലേക്ക് പോകുന്നത്.